Dear students, ഇന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ യൂസിങ് കഴ്സർ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേഷൻ സ്റ്റോർഡ് പ്രൊസീജിയറിലൂടെ എങ്ങനെ ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കഴ്സർ. ഓക്കെ, ഇംപ്ലിമെൻറ്റിംഗ് പ്രൊസീജിയർ ടു കാൽക്കുലേറ്റ് ദ ഇലക്ട്രിസിറ്റി ബിൽ ഓഫ് ഓൾ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ബോർഡ് ചാർജസ് ദ ഫോളോയിങ് റേറ്റ്സ്. ഓക്കെ, താഴെ പറയുന്ന റേറ്റ്സ് ആണ് നമുക്ക് ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് 100 യൂണിറ്റിന് 2 rupees പെർ യൂണിറ്റ്. ഓക്കെ, 100 ബിലോ ഉള്ളവർക്ക് 2 rupees ആണ് ചാർജ് പെർ യൂണിറ്റിന്. 101 to 200 യൂണിറ്റിന് 2.5 പെർ യൂണിറ്റ്. ഓക്കെ, 201 to 300 യൂണിറ്റ് വരെ ₹3 പെർ യൂണിറ്റ് ആണ്. ₹3 പെർ യൂണിറ്റ്. എബോവ് 300 യൂണിറ്റിന് ₹4 പെർ യൂണിറ്റ്. ഓക്കെ, ഈ കണ്ടീഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ബിൽ എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ, ബിൽ എന്നുള്ള ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഈ ബിൽ ടേബിളിൽ ഡിസ്ക്രൈബ് ബിൽ ടേബിളിൽ കസ്റ്റമർ ഐ ഡി ഇൻഡിജറായി കൊടുത്തിരിക്കുന്നു. നെയിം വാക്ക 30, പ്രീ റീഡിംഗ് ഇൻഡിജറായി കൊടുത്തിട്ടുണ്ട്. കറണ്ട് റീഡിംഗ് ഇൻഡിജർ, യൂണിറ്റ് ഇൻഡിജർ, എമൗണ്ട് ഡെസിമലായി കൊടുത്തിട്ടുണ്ട് 10,2. ഓക്കെ, ഇത്രയുമാണ് ബിൽ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നു. വാല്യൂ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സെലക്ട് സ്റ്റാർ ഫ്രം ബിൽ എന്ന് കൊടുത്താൽ നമുക്ക് കസ്റ്റമർ ഐ ഡി ഇൻസേർട്ട് ചെയ്ത വാല്യൂസ്, നെയിം, പ്രീ റീഡിംഗ്, കറണ്ട് റീഡിംഗ്. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് നൾ ഇൻസേർട്ട് ചെയ്തിട്ടില്ല, എമൗണ്ടും ഇൻസേർട്ട് ചെയ്തിട്ടില്ല. അത് സ്റ്റോർഡ് പ്രൊസീജിയറിലൂടെ നമുക്ക് വ്യൂ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് പോകാം. ഡ്രോപ്പ് പ്രൊസീജിയർ ഇഫ് എക്സിസ്റ്റ്. ഈ ബിൽ എന്നുള്ള ഒരു ഫയലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് എന്നുള്ള ഫോൾഡറിനുള്ളിൽ സ്റ്റോർഡ് പ്രോ, അതിനുള്ളിൽ ഈ ബിൽ എന്നുള്ള ഒരു .SQL എന്നുള്ള ഫയലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഡ്രോപ്പ് പ്രൊസീജിയർ ഇഫ് എക്സിസ്റ്റ് ഈ ബിൽ എന്നുള്ള പ്രൊസീജിയർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്യാനായി കൊടുത്തിരിക്കുന്നു. ഡീലിമിറ്റർ നമ്മൾ എല്ലാ പ്രോഗ്രാമിലും കൊടുക്കുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. ക്രിയേറ്റ് പ്രൊസീജിയർ ഈ ബിൽ ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് പ്രൊസീജിയർ, സ്റ്റോർഡ് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നു. ബിൽ .SQL തന്നെയാണ് നമ്മൾ ഫയൽ നെയിം കൊടുക്കേണ്ടത്. ബിഗിൻ, ഡിക്ലെയർ ഫ്ലാഗ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യുന്നു. ഡിഫോൾട്ട് 0 ആയി സെറ്റ് ചെയ്യുന്നു. ഡിക്ലെയർ ENO, PR, CR, യൂണിറ്റ് ഇൻഡിജറായി കൊടുക്കുന്നു. നമ്മൾ ടേബിളിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന കസ്റ്റമർ ഐ ഡി, നെയിം, പ്രീ റീഡിംഗ്, കറണ്ട് റീഡിംഗ്, യൂണിറ്റ്, എമൗണ്ട് എന്നതിലെ ENO എന്ന് പറയുന്നത് കസ്റ്റമർ ഐ ഡിയും PR പ്രീവിയസ് റീഡിംഗ്, കറണ്ട് റീഡിംഗ്, യൂണിറ്റ് എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യൂണിറ്റാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അത് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പ്രീ റീഡിങ്ങിനെ PR എന്നും കറണ്ട് റീഡിംഗ് ആണ് ടേബിളിലുള്ളത്, ഇവിടെ CR എന്നുമാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എമൗണ്ട്, ഇവിടെ എമൗണ്ട് എന്നുള്ള ഫീൽഡാണ് നമ്മളിവിടെ വേരിയബിൾ AMT ഡെസിമലായി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിക്ലെയർ കഴ്സർ നെയിം ഡിക്ലെയർ ചെയ്യുന്നു. കഴ്സർ ഫോർ സെലക്ട് കസ്റ്റമർ ഐ ഡി, പ്രീ റീഡിംഗ്, കറണ്ട് റീഡിംഗ്. ഈ കസ്റ്റമർ ഐ ഡി, പ്രീ റീഡിംഗ്, കറണ്ട് റീഡിംഗ് ഇത്രയും കാര്യങ്ങൾ ഫ്രം ബിൽ എന്നുള്ള ടേബിളിൽ നിന്നുള്ള വാല്യൂസ് നമ്മൾ ഈ കഴ്സറിലേക്ക് ടെമ്പററി ആയി സ്റ്റോർ ചെയ്യുന്നു. ഇനി
declare continue handler for SQL state 0200 set flag equal to 1. ആ ലാസ്റ്റ് റോ വരെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരുന്നത്. നോട്ട് ഫൗണ്ട് വരെ ഓക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ലാസ്റ്റ് റോ ആവുമ്പോൾ ഫ്ലാഗ് 1 ആയി സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ C1, ഓപ്പൺ കേഴ്സർ ഓപ്പൺ ചെയ്യുന്നു. റിപ്പീറ്റ് എന്നുള്ള ലൂപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് എൻഡ് റിപ്പീറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇതുവരെയാണ് ഈ റിപ്പീറ്റ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് താഴെ റിപ്പീറ്റ് എന്നുള്ള ലൂപ്പ് വർക്ക് ചെയ്യുന്നതിന് താഴെയായിട്ട് ഫെച്ച് C1 ഇൻടു ENO PR CR ENO PR CR എന്നുള്ള വാല്യൂസ് നമ്മൾ C1ൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് കേഴ്സറിൽ. ഓക്കെ, ടെമ്പററി ആയി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മൾ ENO എന്നുള്ള വേരിയബിളിൽ കസ്റ്റമർ ഐഡിയും PRൽ പ്രീവിയസ് റീഡിങ്ങും CRൽ കറണ്ട് റീഡിങ്ങും ഫെച്ച് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് റോയിലെ വാല്യൂസാണ് ഫെച്ച് ചെയ്യുക. ഓക്കെ, ഇതിൽ ഫസ്റ്റ് റോയുടെ വാല്യൂ ആണ് ആദ്യം ഫെച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഫ്ലാഗ് ഈക്വൽ ടു 0 നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ 0 ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഫ്ലാഗ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് യൂണിറ്റ്സ് ഈക്വൽ ടു യൂണിറ്റ്സ് എന്നുള്ള വേരിയബിൾ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യൂണിറ്റ്സ് ഓക്കെ, യൂണിറ്റ്സ് ഈക്വൽ ടു CR മൈനസ് കറണ്ട് റീഡിംഗ് മൈനസ് പ്രീവിയസ് റീഡിംഗ്. ഓക്കെ, അതിൻ്റെ വാല്യൂ യൂണിറ്റ്സിൽ സെറ്റ് ചെയ്യുന്നു. ഇഫ് യൂണിറ്റ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ദെൻ if units less than or equal to 100 ആണെങ്കിൽ amount set AMT എന്നുള്ള വേരിയബിളിൽ യൂണിറ്റ്സ് ഇൻറ്റു 2 rupees ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അത് എമൗണ്ടിൽ സെറ്റ് ചെയ്യുന്നു. if else ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ഇതല്ലെങ്കിൽ else if സ്പേസ് വേണ്ട, else if ഒന്നിച്ച് എഴുതണം. ബ്രാക്കറ്റിനുള്ളിൽ യൂണിറ്റ്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 100 and units less than or equal to 200 ആണെങ്കിൽ then set amount AMT equal to units into 2.5 rupees ആണ് നമ്മൾ കണ്ടീഷനിൽ പറഞ്ഞത്. ഇതും അല്ലെങ്കിൽ else if units greater than 200 and units less than or equal to 300 then set amount equal to units into 3 rupees ആണ് ഈ കണ്ടീഷനിൽ പറഞ്ഞിരിക്കുന്നത്. യെസ്, ഇതൊന്നും അല്ലെങ്കിൽ ഈ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ആവുന്നില്ല എങ്കിൽ സെറ്റ് എമൗണ്ട് ഈക്വൽ ടു യൂണിറ്റ്സ് ഇൻറ്റു 4. ഓക്കെ, അതിൽ 4 rupees ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 300 എബോവ് വരുന്ന കണ്ടീഷനാണ് ഈ എൽസിൽ വരിക. ഓക്കെ, അതിൽ എമൗണ്ട് ഈക്വൽ ടു യൂണിറ്റ്സ് ഇൻറ്റു 4 rupees ആണ് എൻഡ് ഇഫ്. അപ്പോൾ ഈ ഇഫിന് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് ബിൽ എന്നുള്ള ടേബിൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് റോ ആണ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റ് ബിൽ സെറ്റ് യൂണിറ്റ് ഈക്വൽ ടു യൂണിറ്റ് എന്നുള്ള ഈ ഫീൽഡാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ്സ് ഈക്വൽ ടു യൂണിറ്റ്സ്, ഇതിൽ ഏതാണോ യൂണിറ്റ്സ് ഈ യൂണിറ്റ്സ്. ഓക്കെ, യൂണിറ്റ്സ് അതിൽ സെറ്റ് ചെയ്യുന്നു. എമൗണ്ട് ഈക്വൽ ടു ഇതിൽ ഇഫ് കണ്ടീഷൻ നമ്മൾ കൊടുത്തിരിക്കുന്ന ഏത് കാറ്റഗറിയിലാണ് ഇഫ് വരുന്നത്, ഏതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഫസ്റ്റ് റോയിൽ വരുന്നത്, ആ എമൗണ്ട് AMT എന്നുള്ള വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ വാല്യൂ എമൗണ്ടിൽ സ്റ്റോർ ചെയ്യുന്നു. വെയർ കസ്റ്റമർ ID ഈക്വൽ ടു ENO എന്നുള്ളതാണ് നമ്മളിവിടെ ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫെച്ച് ചെയ്ത C1ൽ കേഴ്സറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ENOയിൽ കസ്റ്റമർ ID ആണ് സ്റ്റോർ ആയിരിക്കുന്നത്. അത് ഇതിന് മാച്ച് ചെയ്യുന്നത് ഏതാണ് ഫസ്റ്റ് റോയിലെ അത് അപ്ഡേറ്റ് ചെയ്യുന്നു. എൻഡ് ഇഫ് ഈ ഇഫ് എൻഡ് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. വീണ്ടും അണ്ടിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ ചെക്ക് ചെയ്തു. ഈ റിപ്പീറ്റ് വീണ്ടും മുകളിലേക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, വീണ്ടും കേഴ്സർ ചെക്ക് ചെയ്യുന്നു. സെക്കൻഡ് റോ എടുക്കുന്നു. സെക്കൻഡ് റോയിലെ കസ്റ്റമർ ID, പ്രീവിയസ് റീഡിംഗ്, കറണ്ട് റീഡിംഗ് ഇതിലേക്ക് ഫെച്ച് ചെയ്യുന്നു. ഫ്ലാഗ് ഇപ്പോഴും 0 ആണ്. വീണ്ടും യൂണിറ്റ്സ് ഈക്വൽ ടു
കറണ്ട് റീഡിംഗ്, ഈ സെക്കൻഡ് റോയുടെ കറണ്ട് റീഡിംഗ് മൈനസ് പ്രീവിയസ് റീഡിംഗ് എടുക്കുന്നു, യൂണിറ്റ്സ് സ്റ്റോർ ചെയ്യുന്നു, ഈ ഇഫ് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നു. അങ്ങനെ എത്ര റോസ് ഉണ്ട് അത്രയും റോസ് അത് ചെക്കിങ് നടക്കുന്നു, എന്നിട്ട് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ഈ കേഴ്സറിൽ ഈ സ്റ്റോർഡ് പ്രൊസീജിയറിൽ ചെയ്യുന്നത്. അത് ലാസ്റ്റ് റോ വരുമ്പോൾ ഇത് ഫ്ലാഗ് 1 സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫ്ലാഗ് 1 ആവുമ്പോൾ ഈ ഫ്ലാഗ് 0 ആണോ ചെക്ക് ചെയ്യുമ്പോൾ 1 ആയിരിക്കും. അതുകൊണ്ട് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, താഴേക്ക് വരുന്നു. അണ്ടിൽ ഫ്ലാഗ് ഈക്വൽ ടു 1 ആണോ, 1 ആയതുകൊണ്ട് എൻഡ് റിപ്പീറ്റ് എന്നുള്ള ആ ലൂപ്പ് എൻഡ് ചെയ്യുന്നു, ആ കേഴ്സർ ക്ലോസ് ചെയ്യുന്നു. ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റോർഡ് പ്രൊസീജിയർ എൻഡ് ചെയ്തു, ഡീലിമിറ്റർ എൻഡ് ചെയ്തു, ഡീലിമിറ്റർ സെമി കോളനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ബില്ലിങ്ങിൻ്റെ സ്റ്റോർഡ് പ്രൊസീജിയർ ഇതിൽ വരുന്നത്, പ്രോഗ്രാമിൽ വരുന്നത്. ഇനി ഇത് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ പാത്ത് നമ്മൾ എടുക്കുക. ഓക്കെ, പാത്ത് എടുക്കാനായി നമ്മൾ നേരത്തെയുള്ള പ്രോഗ്രാമിൽ പറഞ്ഞിരുന്നു. സ്റ്റോർഡ് പ്രൊസീജിയർ പോയി ഈ ബിൽ എന്നുള്ള ഈ ഫയലിൻ്റെയാണ് നമ്മൾ നേരം ഡിസ്കസ് ചെയ്ത്, അതിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി അതിൻ്റെ പാത്ത് കോപ്പി ചെയ്യുക. ഓക്കെ, ഇനി സോഴ്സ് സ്പേസ് പേസ്റ്റ് ചെയ്യുക, ഈ ബിൽ ഡോട്ട് SQL എററില്ലാതെ റൺ ചെയ്തിട്ടുണ്ട്. ഇനി അതിനെ കോൾ ചെയ്താൽ മതി, കോൾ ഈ ബിൽ. ഓക്കെ, അപ്പോൾ സ്റ്റോർഡ് പ്രൊസീജിയർ കോൾ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് സെലക്ട് സ്റ്റാർ ഫ്രം ബിൽ കൊടുത്താൽ നമ്മുടെ യൂണിറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, എമൗണ്ടും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അക്കോർഡിംഗ് ടു ഇഫ് കണ്ടീഷൻ. ഇത് കണ്ടീഷൻ ചെക്ക് ചെയ്ത് കറസ്പോണ്ടിങ് ആയ ഓരോ റോയ്ക്കും അതിൻ്റേതായ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ബിൽ എമൗണ്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേഷൻ യൂസിങ് സ്റ്റോർഡ് പ്രൊസീജിയർ വിത്ത് ദി ഹെൽപ്പ് ഓഫ് കേഴ്സർ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കേഴ്സറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.